നമ്മുടെ നാട്ടിൽ എന്തിനു ഏതിനും ഇത് നമ്മുടെ നികുതിപ്പണമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ മനഃപൂർവ്വം മിണ്ടാത്ത ഒരു നികുതിപ്പണ ധൂർത്തടിയുണ്ട്. നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ദേ ഈ ദിവസങ്ങൾ അങ്ങോട്ട് നോക്കിയേ. ഇന്നലെ മുതൽ കടന്നു പോകുന്ന ദിവസങ്ങൾ കേരളത്തിലെ സർക്കാർ ഓഫീസുകൾ അവധിയാണ്. ഇന്ന് പ്രവർത്തന ദിവസമാണെങ്കിലും പല സർക്കാർ ഓഫീസുകളിലും മതിയായ ജീവനക്കാരില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, അതായത് നാളെ മുതൽ ഞായറാഴ്ച വരെ പൊതു അവധി ദിവസങ്ങളാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ 6 ദിവസങ്ങൾ അവധി വരാൻ പോവുകയാണ്. ഇന്നലെ ഞായറാഴ്ച മുതൽ ഓൾറെഡി അവധിയാണ്. ഇന്നുകൂടി അവധി എടുത്തു കഴിഞ്ഞാൽ കൃത്യം ഒരാഴ്ച സർക്കാർ ജീവനക്കാർക്ക് അവധി. എങ്ങനെ അവധി? ശമ്പളത്തോടു കൂടിയുള്ള അവധി. അതെന്തിനാണ്? ചെയ്യാത്ത ജോലിക്ക് നമ്മുടെ നാട്ടിൽ നികുതി പണം എടുത്ത് അങ്ങനെ ശമ്പളം കൊടുക്കേണ്ട കാര്യം? ഏതെങ്കിലും ഒരു മേഖലയിൽ വീക്കിലി അവധിക്ക് പുറമെയാണ് ഇപ്പോ ഈ തുടർച്ചയായിട്ട് ഒരാഴ്ച ഒരു ജോലിയും ഓഫീസിലും പോകാതെ ശമ്പളങ്ങൾ വീട്ടിൽ ഇരുന്ന് മേടിച്ച് സദ്യ ഉണ്ണുന്നത്. അത് ശരിയായ ഒരു നടപടിക്രമമാണോ? നമ്മുടെ നാട്ടിൽ ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഒരു കൂലിത്തൊഴിലാളിയിൽ തുടങ്ങി പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ആനുകൂല്യം കിട്ടുമോ? ഒരു ദിവസത്തെ അവധി ഓക്കെ, പക്ഷേ ഒരാഴ്ച എത്ര കോടി രൂപയാണ് നമ്മുടെ നാട്ടിലെ നികുതിപ്പണത്തിൽ നിന്ന് ഈ അവധി ദിവസങ്ങളിൽ പണിയെടുക്കാതെ സർക്കാർ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുക? ഇതിനും മാത്രം മഹത്തരമായിട്ടുള്ള പണിയൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. PSC പരീക്ഷ പഠിച്ചെഴുതിയതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ജോലിയാണെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ചെയ്യുന്ന ജോലിക്കല്ലേ ശമ്പളം കിട്ടേണ്ടത്? ഇത് ഒരു തരം നോക്കുകൂലിയല്ലേ? നമ്മുടെ നാട്ടിൽ തൊഴിലാളികളെ നോക്കുകൂലി എന്ന പേരിൽ അധിക്ഷേപിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർ വാങ്ങിക്കൊണ്ടുപോകുന്ന ഈ നോക്കുകൂലിയെക്കുറിച്ച് എന്തുകൊണ്ടായിരിക്കും നികുതിപ്പണ വേതനക്കാർക്ക് ഒരു ചർച്ചയുമില്ല? അതിനെ സംബന്ധിച്ച് ആശങ്കയുമില്ല, ആകുലതയുമില്ല. സർക്കാർ ഓഫീസുകളിലെ മുഴുവൻ ജീവനക്കാരെയല്ല. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കിട്ടിയിട്ട് പോലും കൈക്കൂലിപ്പാപികളുടെ എണ്ണം വളരെ വലുതാണ്. കാര്യം, ഇങ്ങനെ ജോലി ചെയ്യാതെ കിട്ടുന്ന പണം പോലും അവർക്ക് തികയുന്നില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലെ നികുതിപ്പണ സ്നേഹികൾ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇതേ നികുതിപ്പണ വേവലാതിക്കാരുടെ വീടുകളിൽ ഇത്തരം ശമ്പളങ്ങൾ എത്തുന്നുണ്ട്, അവരും മേടിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ അത് അറിയിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇവിടെ സാധാരണക്കാരൻ വെയിൽ കൊള്ളുന്ന പൈസയാണ് ഖജനാവിലേക്ക് നികുതിയായി കൊടുക്കുന്നത്. ആ പണം ചെയ്യാത്ത ജോലിക്ക് കൊടുക്കേണ്ടതുണ്ടോ? നമ്മുടെ നാട്ടിൽ ചർച്ചയാവണ്ടേ? അവധിയൊക്കെ കൊടുത്തോളൂ, പക്ഷേ ശമ്പളത്തോടെയുള്ള അവധി എന്നൊക്കെ പറയുന്നത് കുറച്ച് അതിക്രമം തന്നെയാണ്. കാര്യം, ഇതിനു പുറമെ വർഷാവർഷം അവർക്ക് വേറെയും കാഷ്വൽ ലീവുകളുണ്ട്. അപ്പോ അങ്ങനെ ബോണസായി കിട്ടുന്ന ഇത്തരം അവധികളിൽ എന്തിന് സർക്കാർ ജീവനക്കാർക്ക് ചെയ്യാത്ത ജോലിക്ക് നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുക്കേണ്ടതുണ്ട്? ഇന്നലകളിൽ നടന്നു വന്ന ആചാരമാണെങ്കിൽ ആ ആചാരമൊക്കെ പൊളിയണ്ടേ? അത് ഈ നാട്ടിൽ 2 തരം പൗരന്മാരെ സൃഷ്ടിക്കുകയല്ലേ? വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവന് ഈ നാട്ടിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ? ഇല്ല. നൈസ് പണിയും കട്ടി ശമ്പളവും മേടിക്കുന്നവർക്ക് പിന്നെയും ചെയ്യാത്ത ജോലിക്ക് വരെ ശമ്പളം. നാട് ഈ നികുതിപ്പണത്തെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട ഓണം തന്നെയാണിത്.